കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം ശരിക്കും ഇതാണ്. കാരണം ഒരു നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ആ നേതൃത്വത്തിൻ്റെ തീരുമാനം എല്ലാവരും അംഗീകരിക്കുമ്പോഴും അത് എല്ലാ നേതാക്കന്മാരും ഇപ്പോൾ CPM-ലൊക്കെ പോലെ ഓരോ നേതാക്കന്മാരും വന്ന് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം എന്താണെന്ന് ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്ന പരിപാടിയൊന്നും കോൺഗ്രസിൽ പണ്ടേ ഇല്ല. ഇപ്പോൾ ഈ നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാർ പറഞ്ഞില്ല, അല്ലെങ്കിൽ UDF കൺവീനർ പറഞ്ഞില്ല എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്ന സ്വഭാവം പണ്ട് ഈ പാർട്ടിയിലില്ല. അതുകൊണ്ട് തന്നെയാണ്. കാരണം പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ KPCC അധ്യക്ഷൻ പിന്നെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല, ഇവർ മൂന്നുപേരും ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു അഭിപ്രായം പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരാരും പറയാന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ സ്വഭാവം പണ്ടിങ്ങനെ തന്നെ. കാരണം വെച്ചാൽ ഇത്തരം കാര്യങ്ങളൊന്നും മറ്റു എല്ലാ നേതാക്കന്മാരും വന്ന് ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ ഇതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം എന്ന് ഉറപ്പിച്ച് പറയുന്ന അതൊന്നും പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി അത് പറയേണ്ടി വരില്ലേ? കാരണം കോൺഗ്രസിലെ അണികൾ, വലിയൊരു വിഭാഗം അണികൾ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനോട് വലിയ അനീതി പ്രവർത്തിച്ചിരിക്കുന്നു നിങ്ങൾ നേതൃത്വം, അതിൽ VD സതീശനും രമേശ് ചെന്നിത്തലയുമാണ് മുഖ്യപ്രതികൾ എന്ന അണികളും അനുഭാവികളുമായ ആളുകൾ പറയുമ്പോൾ അവരോട് അങ്ങനെയല്ല, ഞങ്ങളുടെ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ബോധ്യമുണ്ട്, ഇത് കൂട്ടായെടുത്ത നിലപാടാണ്, ഇതാണ് കാര്യം എന്ന് വിശദീകരിക്കേണ്ടി വരില്ലേ? അല്ലാതെ മിണ്ടാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ വിചാരിക്കുന്നത് KPCCയുടെ ഇന്നത്തെ യോഗത്തിൽ തന്നെ ഈ വിമർശനം, വർക്കിംഗ് പ്രസിഡന്റുമാരടക്കമുള്ള ആളുകളുടെ മൗനത്തെക്കുറിച്ചുള്ള വിമർശനം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. അല്ല, ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഈ വിഷയത്തിൽ ഇപ്പം ഒരു ഏതെങ്കിലും ഒരു നേതാവിന് അയാൾക്ക് വ്യക്തിപരമായത് ഇതുകൊണ്ട് ഒരു പക്ഷേ മാധ്യമങ്ങളുടെ മുമ്പിലോ ജനങ്ങളുടെ മുമ്പിലോ വന്ന് ഇത് പറയാം, ശരിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്ത നടപടി അനിവാര്യമായിരുന്നു, ഇന്ന അനിവാര്യതകൾ ആ നടപടിയിലുണ്ട്, അതുകൊണ്ട് അത് എടുത്തേ മതിയാവും എന്നുള്ള പാർട്ടിക്കൊന്നും പറയാം, ഒരു വ്യക്തി പറയാം. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ ഒരു കാലത്ത് നിങ്ങൾ ഈ പറയുന്ന പ്രോസസ്സിംഗ് ഒന്നും ഉണ്ടായിട്ടില്ലെന്നേ. ആ പാർട്ടിയിൽ നിങ്ങൾ മറ്റു പാർട്ടികളെ ഇതെന്താ പറയുക ഒരു മാതൃകയാക്കി വെച്ചുകൊണ്ടാണ് ഇത് അനലൈസ് ചെയ്യുമെങ്കിൽ ഇതൊരു എന്താ പറയുക അതൊരു ഉണ്ടയില്ലാത്ത പടി പോലെ. കോൺഗ്രസിൽ നിന്ന് ഒരു കാലത്തും ഇങ്ങനെ എല്ലാ നേതാക്കന്മാർക്കും ഞങ്ങൾ അണികളെ ഈ കോൺഗ്രസിൽ നിന്ന് ഒരു തീരുമാനം ഇതുവരെ അണികളെ ബോധ്യപ്പെടുത്തി എടുക്കാൻ അതിൻ്റെ ചരിത്രകാലം പോലെ പറ്റിയിട്ടില്ല. കാരണം നേതൃത്വം ഒരു തീരുമാനം എടുക്കും, അതിൻ്റെ സാങ്കേതികത്തിൽ ആ തീരുമാനം അങ്ങനെ പോകും, അതിനെ എതിർക്കുന്ന അണികളുണ്ടാവും. പണ്ട് K കരുണാകരൻ മറ്റേ കോൺഗ്രസ് വിട്ടപ്പോൾ അതിന് ഈ 95-ൽ K കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റിയപ്പോൾ AK ആന്റണിക്കെതിരെ പ്രകടനം നടത്തിയ കോൺഗ്രസ്സുകാരുണ്ട്. ഈ 14 AK ആന്റണിക്കെതിരെ പ്രകടനം നടത്തി. AICCയുടെ തീരുമാനമായിരുന്നു കരുണാകരൻ മാറി ആന്റണി വേണമെന്നുള്ളത്. പക്ഷേ ആന്റണിക്കെതിരെ 14 പ്രകടനം നടത്തിയവരെല്ലാം KPCC മാരാളൊക്കെ അവരെല്ലാം ചെയ്തോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പാർട്ടിയുടെ പ്രോസസ്സിങ് അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലാതെ. ഇതിപ്പോൾ PD സതീശൻ വന്ന് പറഞ്ഞു, മറ്റേ KPCC പ്രസിഡന്റ് പറഞ്ഞു, ഇനി രമേശ് ചെന്നിത്തല പറഞ്ഞു, ഓരോരുത്തരും വന്ന് ജനങ്ങൾ പോയി പറയുന്നില്ല. ഇത് അണികൾക്ക് ചിലപ്പോൾ എതിർപ്പുണ്ടാവും. ഇതെല്ലാം അണികളെ 100% ബോധ്യപ്പെടുത്തിക്കൊണ്ടൊരു എമർജൻസി ടൈമിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ കണ്ടിജന്റ് ആയിട്ടുള്ള സമയത്ത് പെട്ടെന്നൊരു തീരുമാനം എടുത്ത് അത് അണികളെ ബോധ്യപ്പെടുത്താനൊന്നും പറ്റില്ല. ആ സമയത്ത് ഏറ്റവും അനുയോജ്യമായ തീരുമാനം എന്ന് പറഞ്ഞത് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയിട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് അത് അങ്ങനെ നടന്നില്ല എങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വന്നേനെ. നിങ്ങൾ ഇന്ന് നടത്തുന്ന പോലെ ചർച്ചയൊന്നും ആയിരിക്കും അപ്പം നടത്തുക. പക്ഷെ ആ രണ്ട് പ്രതിസന്ധി കടന്നു പോകാൻ ഈ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റി. ഇനി നിങ്ങൾ പറഞ്ഞ് എന്തുകൊണ്ട് ഒരു അണികളെ ബോധ്യപ്പെടുത്തിയില്ല? കോൺഗ്രസ് അണികൾ എന്ന് പറയുന്ന ഒരു മെമ്പർഷിപ്പുള്ള അണി. നിങ്ങൾ പറയും കോൺഗ്രസ് CPM പോലെ BJP പോലെയോ മെമ്പർഷിപ്പുള്ള അണികളൊന്നും അല്ല ഈ കോൺഗ്രസിലെ അണികൾ എന്ന് പറയുന്നത്. ആർക്കാണ് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ഉള്ളത്? സംഘടന തെരഞ്ഞെടുപ്പെടുത്തേണ്ട എത്രയോ വർഷങ്ങളായി, 30 വർഷങ്ങളായി. പിന്നെ എങ്ങനെ മെമ്പർഷിപ്പ് ഉണ്ടാവുന്നത്? ഏത് അണികളുടെ കാര്യം നിങ്ങൾ ഈ പറഞ്ഞത്? കോൺഗ്രസിൽ ജനങ്ങൾ വന്ന് വോട്ട് ചെയ്താലും വിജയിപ്പിക്കണം ആ പാർട്ടി എല്ലാ കാലത്തും. വീട്ടിലിരിക്കുന്നവരും ജോലി ചെയ്യുന്നവരൊക്കെ അവർക്ക് ചിലപ്പോൾ കോൺഗ്രസ് ആയിട്ടൊരു ബന്ധം കാണില്ല, മെമ്പർഷിപ്പ് ഉണ്ടാവില്ല. ഇവരൊക്കെ ബോധ്യപ്പെടുത്തുക. ഇങ്ങനെയുള്ള ബോധ്യപ്പെടുത്തലൊന്നും ഈ പാർട്ടി നടക്കില്ല. നമ്മൾ കേഡർ സ്വഭാവമുള്ള പാർട്ടി അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഏത് അണിയെ ബോധ്യപ്പെടുത്തുക? ഈ അണി എന്ന് പറയുന്ന ആരാ ഇതിനകത്ത്? മെമ്പർഷിപ്പ് ഉള്ളവരാണോ? കോൺഗ്രസ് കോൺഗ്രസിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോരാട്ടം നയിക്കുന്ന ആളുകൾക്ക് കോൺഗ്രസിന്റെ അണികളെന്ന് നമ്മൾ സ്വാഭാവികമായും വിചാരിക്കണമല്ലോ. അങ്ങനെ ഓരോരുത്തരെ അഡ്രസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ശരി, അല്ല മൊത്തത്തിൽ അണികളെ അഡ്രസ് ചെയ്യാലോ. ഇവിടെ ശ്രീ ഓരോരുത്തരെ അഡ്രസ് ചെയ്യാൻ പറ്റില്ല. ശരി, ശ്രീ